ദൈവം നമുക്ക് ദാനമായി തന്ന ഈ നല്ല പ്രഭാതത്തിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ ഒരവസരം കൂടെ നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം 37 സങ്കീർത്തനം 16 വാക്യം. അനേകം ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത്. അനേകം ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത് എന്ന് ഒരു കഷ്ടതയിലിരിക്കുന്ന വ്യക്തിയോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ദൈവജ്ഞാനമില്ലാത്തവരാണെങ്കിൽ, ദൈവഭയമില്ലാത്തവരാണെങ്കിൽ, ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ടാകും. അവർ മോഷ്ടിപ്പാൻ പോകും. അവർ മറ്റുള്ളവരെ അപഹരിച്ച് അതിനെ സമൃദ്ധി കൈവരിക്കുവാൻ വേണ്ടി ഓടും. എന്നാൽ ഒരു ഭവനത്തിൽ ആ കുഞ്ഞുങ്ങളെ ഈ വചനം പഠിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന കാര്യങ്ങളുടെ അനുഗ്രഹം, ഏറ്റവും നല്ലതായിട്ടുള്ളതായ ചിന്താഗതി അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർ ഏറ്റവും നല്ലതിനു വേണ്ടി ഓടുന്ന ഒരു ഓട്ടം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ നടത്തും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ 2 സുഹൃത്തുക്കൾ ഒരു സ്കൂളിൽ പഠിച്ചു. രണ്ടുപേരും ഒരു ബെഞ്ചിലിരുന്നാണ് പഠിക്കുന്നത്. ഒരു സമൃദ്ധിയുള്ള സമ്പന്നനായ ഒരു ഭവനത്തിൽ നിന്ന് ഒരു പൈതലും ദരിദ്രരായ ഒരു ഭവനത്തിലെ ഒരു പൈതലും കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് വിദ്യാഭ്യാസം ചെയ്തു. സമൃദ്ധിയുടെ അന്തരീക്ഷത്തിൽ നിന്നും കടന്നു വരുന്ന ആ കുട്ടി കൊണ്ടുവരുന്ന ആഹാരം, ധരിച്ചു കൊണ്ടുവരുന്ന വസ്ത്രം, അവൻ്റെ കയ്യിലുള്ള പഠനോപകരണങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ദരിദ്രനായ കുട്ടി എപ്പോഴും വളരെയധികം ഹൃദയത്തിൽ ഭാരപ്പെട്ട് ദുഃഖിച്ചു. എന്ന് അവനും ഇത് പ്രാപിക്കാൻ കഴിയും. അവൻ എത്രത്തോളം മറ്റവരുടെ മുൻപിൽ ചെറുതാകുന്നു എന്നുള്ള ചിന്ത അവനെ ദിവസം തോറും അലട്ടിക്കൊണ്ടിരുന്നു. വന്ന് അവനെ സ്കൂളിൽ വിട്ടാലും സ്കൂളിലോട്ട് പോകാത്തൊരന്തരീക്ഷമായി. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ദൈവഭയമുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത് കൊണ്ടിരുത്തി അവനെ കൗൺസിൽ ചെയ്തു. അവനോട് ഈ വചനം പറഞ്ഞ് അവനെ മനസ്സിലാക്കി. അനേകം ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലതെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യമൊന്നും ആ കുട്ടിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം അവൻ തനിച്ചിരുന്ന് കണ്ണുനീരൊഴുക്കും. അവൻ്റെ വീട്ടിലെ നിർധനമായ അവസ്ഥയെ ഓർത്ത് അവനോടെപ്പോഴും ആര് സംസാരിച്ചിരുന്നാലും അവന് വെറുപ്പായ ഒരന്തരീക്ഷം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ആ വിശ്വാസിയായ അധ്യാപകൻ ആ മാതാപിതാക്കളെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഇതിനുള്ളതായ ഒരു ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിന് ചെയ്യണം. എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സന്ധ്യാനേരത്ത് സമൃദ്ധിയായി ജീവിക്കുന്ന അല്ലെങ്കിൽ സമ്പന്ന കുടുംബത്തിൻ്റെ അടുത്തേക്കൊക്കെ ഈ കുട്ടിയെ കൊണ്ട് നിങ്ങളൊന്ന് പോകണം വല്ലപ്പോഴും. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ആ ഭവനത്തിലുള്ള ശണ്ഠയും വഴക്കും പ്രയാസങ്ങളും അവരുടെ ഭവനത്തിൽ നേരിടുന്നതായ അനേക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഈ കുഞ്ഞ് കാണും. തിരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ പാട്ടും പ്രാർത്ഥനയും ദൈവം കൊടുക്കുന്ന അല്പത്തിൽ കൂടെ എങ്ങനെ സമാധാനമായിരിക്കാമെന്ന് രണ്ടും കുഞ്ഞിനെ വേർകൃത്യപ്പെടുത്തി കാണിക്കണം. അങ്ങനെ ആ മാതാപിതാക്കൾ ആ അധ്യാപകൻ്റെ വാക്കനുസരിച്ചു. ഈ പൈതലിനെ പലപ്പോഴും സമ്പന്ന കുടുംബത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വഴി നടത്തും. സന്ധ്യയായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ അല്പാൽപമായി അവരുടെ ജീവിതത്തിൽ, ആ സമ്പന്ന കുടുംബത്തിൽ അവർ നേരിട്ട് കൊണ്ടിരുന്നതായ അസ്വാസ്ഥ്യങ്ങൾ, സമ്പത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും സമൃദ്ധിക്ക് വേണ്ടിയും തമ്മിൽ പോരടിച്ച് തമ്മിൽ വഴക്കുണ്ടാക്കി, ബഹളങ്ങൾ ഉണ്ടാക്കി, പോലീസ് സ്റ്റേഷൻ കയറി അനേകം ബുദ്ധിമുട്ടുകളിൽ കൂടെയും അനേക അസമാധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയും
ആ ഭവനം കടന്നു പോകുന്നത് ആ പൈതൽ കാണുകയുണ്ടായി. തിരിച്ച് തൻ്റെ ഭവനത്തിലെ സന്തോഷം, ദൈവം കൊടുക്കുന്നതായ ആ സന്തോഷം സമൃദ്ധി ഉള്ളതുകൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിച്ച് ജീവിക്കുന്ന ഒരനുഭവം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ പൈതൽ ഇത് രണ്ടും കൂടെ വ്യത്യാസം കണ്ടു വന്നപ്പോൾ ഏതാണ്ട് പ്രായപൂർത്തിയാകുന്ന സമയത്തേക്ക് ആ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിഫലിക്കുകയുണ്ടായി. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നോടൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതായ ആ സമ്പന്ന കുടുംബത്തിലെ കുട്ടി വിദേശത്ത് പോയി ഒരു ദിവസം തിരിച്ചു വന്ന് അവൻ്റെ സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ടവരെ ഒക്കെയും അവൻ വകവരുത്തുന്ന ഒരു കൊലയാളിയായിട്ട് മാറി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്തിനു വേണ്ടിയെന്നറിയാമോ? സമ്പത്തിന് വേണ്ടി. ഐശ്വര്യത്തിൻ്റെ വാഗ്വാദം, ഐശ്വര്യത്തിൻ്റെ സമൃദ്ധി മാത്രം അവരുടെ ഭവനത്തിൽ അഹങ്കാരം തിളച്ചു നിന്നു. ദരിദ്രൻ്റെ ഭവനത്തിലോ ദൈവം കൊടുക്കുന്ന അല്പത്തിൽ നിന്ന് എങ്ങനെ സമാധാനമുണ്ടാക്കാമെന്ന് അവരുടെ ഭവനത്തിൽ വലിയൊരു അഭ്യസനമുണ്ടായി. എന്നാൽ ഈ ദരിദ്ര കുടുംബത്തിലെ ആ പൈതൽ വളർന്നു പ്രായപൂർത്തിയായി മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് പല വിദ്യാഭ്യാസങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവൻ നേടി പല ഉന്നതികളിൽ അവൻ ചെന്നെത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദേശത്ത് മാന്യമായ വളരെ സകലരും മാനിക്കപ്പെടുന്ന ഒരു ഉദ്യോഗത്തിൽ അവൻ കയറി ദേശത്തും മനുഷ്യർക്കും സമൂഹത്തിനുമൊക്കെയും ഉപകാരപ്രദനായ ഒരു വ്യക്തിയായി അവൻ മാറ്റപ്പെടുകയുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോഴാണ് അവൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരിക്കൽ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ താൻ ഇങ്ങനെ കുറിക്കുകയുണ്ടായി. 37-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യം തൻ്റെ ജീവിതത്തിൽ വരുത്തിയതായ വ്യതിയാനങ്ങൾ, വഴിത്തിരിവുകൾ, അനേകം ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാന്മാർക്കുള്ള അല്പം ഏറ്റവും നല്ലതെന്ന് താൻ ഒരിക്കൽ സാക്ഷ്യം കുറിക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരുപക്ഷെങ്കിൽ ദൈവം നമ്മെ വലിയ സമ്പന്നരാക്കുകയില്ല, വലിയ ഉന്നതമായ ഒരു ഉയർച്ചയിലേക്ക് ദൈവം നമ്മെ നടത്തി എന്നിരിക്കുകയില്ല. പക്ഷെങ്കിൽ ദൈവം നമ്മുടെ ഭവനത്തിൽ സമാധാനം തരുന്നുണ്ടെങ്കിൽ അന്ന് വയ്ക്കുന്നതായ ആ ആഹാരം ഒത്തുചേർന്ന് സമാധാനത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷിക്കുവാൻ മാതാപിതാക്കളുമായി കുഞ്ഞുങ്ങളുമായി ചേർന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ ഭക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഐശ്വര്യത്തോടെ നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്കറിയാം, അനേക ധനികർക്ക് സമാധാനം അവരുടെ ഭവനത്തിലില്ല. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ല. സമ്പത്തുണ്ട്, വാഹനങ്ങളുണ്ട്, ഉയർച്ചയുണ്ട്, വലിയ വലിയ സൗധങ്ങൾ അവർ പണിഞ്ഞിട്ടുണ്ട്, കൊട്ടാരങ്ങളിൽ പോലുള്ളതായ സൗധങ്ങൾക്ക് അവർക്കെല്ലാം ഉടമസ്ഥരാണ്. എങ്കിലും അവരുടെ ഒന്നും ജീവിതത്തിൽ ഒരു സമാധാനം, അവർക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ കിടക്കുന്ന കിടക്കുകളോട് അവരുടെ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ ആ കിടക്കയ്ക്ക് സംസാരശേഷിയുണ്ടെങ്കിൽ അവരൊഴുക്കിയ കണ്ണുനീരിനെക്കുറിച്ചുള്ളതായ വലിയ ഒരു നീണ്ട നിര തന്നെ ആ കിടക്ക നമ്മളോട്, അവരുടെ തലവണ നമ്മളോട് കഥ പറയും. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുനീരൊക്കെയും സമൃദ്ധിക്ക് വേണ്ടിയുള്ള കണ്ണുനീരല്ല, ദൈവത്തോട് അവൻ ആഹാരം കൊടുത്തതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അനേകരുടെ മുൻപിൽ ദൈവം അവർക്ക് കൊടുത്തതായ അല്പം എത്ര നല്ലതായി കാണുവാൻ അവർക്ക് കൃപ കൊടുത്തു എന്നുള്ളതായ വിഷയം അവർ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് അവരൊഴുക്കിയായ കണ്ണുനീരിനെക്കുറിച്ച് കഥ പറയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ ഒരു സമാധാനം, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ളതായ ഒരു സമാധാനം, കുടുംബമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അനുഭവിക്കുന്ന സ്വസ്ഥത, അതാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. നമുക്ക് ഈ ലോകത്തിലുള്ളതായ സമ്പത്തിനേക്കാൾ വലുത് ആത്മീകമായ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷമായിരിക്കുവാൻ, സമാധാനമായിരിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് സമാധാനമായിരിക്കുവാൻ, കുടുംബത്തിൽ മാതാപിതാക്കൾ തമ്മിൽ സമാധാനമായിരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരോട് സമാധാനമായിരിക്കാൻ, ദേശക്കാരോട് സമാധാനമായിരിക്കാൻ, സ്നേഹമായിരിക്കാൻ,
ദൈവം നമുക്ക് ഭാഗ്യം തരുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. പൊന്നിനേക്കാളും തങ്കത്തെക്കാളും അനേക രത്നങ്ങളെക്കാളും ഈ ലോകം മുഴുവനും നമുക്ക് നേടിത്തന്നിരുന്നാലും, നമ്മുടെ അധ്വാനം കൊണ്ട് സമ്പത്തും കൊണ്ട് നമ്മൾ ഈ ലോകം മുഴുവനും വിലപിടിപ്പുള്ളതായ എന്തെല്ലാം വാങ്ങിയിരുന്നാലും ശരി, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും തരികയില്ല. നമ്മുടെ അത്താഴത്തിൻ്റെ മുൻപിൽ അതൊക്കെയും അസമാധാനം കൊണ്ടുവരും. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാതുകളിൽ ഒരു ശബ്ദം കേൾക്കും. അത്താഴത്തിൽ ഒരുവൻ വാതിലിൽ മുട്ടുന്നു. എന്താണെന്നറിയാമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, കേട്ട് തുറക്കുന്നുവെങ്കിൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഭവനത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ അതൊരു വലിയ സമാധാനമാണ്. കർത്താവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയൊക്കെയും തൻ്റെ ശിഷ്യന്മാരോട്, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് കർത്താവ് ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും ഉപദേശിച്ചു വിട്ടത് അങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ അവർക്ക് സമാധാനമെന്ന് ആദ്യം പറയുകയും അവിടെ ഒരു സമാധാനപുത്രനുണ്ടാകട്ടെ. ആ സമാധാനപുത്രൻ അവിടെ സമാധാനം സൂക്ഷിക്കട്ടെ. ആരെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയിരുന്നാലും വഴക്കുണ്ടാക്കിയിരുന്നാലും അവിടെ ഒരുവൻ സമാധാനം സൃഷ്ടിക്കുന്നവനായിട്ടുണ്ടെങ്കിൽ അവൻ മുഖേന ആ ഭവനത്തിലെല്ലാവർക്കും സമാധാനം വിളംബരം ചെയ്യുവാൻ ദൈവം അവനിൽ കൂടെ ഒരു സമാധാന സന്ദേശം അവിടെ അയച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന അല്പങ്ങളിലെ ദൈവം കൊടുത്ത വലിയ കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ദർശനമുണ്ടാകും. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയതായ അല്പങ്ങളിലൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന വലിയതിനെ കാണുവാൻ, വലിയ നന്മകളെ കാണുവാൻ, ഏറ്റവും നല്ലതിനെ കാണുവാൻ നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും പ്രകാശിപ്പിക്കപ്പെടുമാറാകട്ടെ. God bless you.